ഇറാൻ യുദ്ധത്തിൽ അവസാനമില്ലാത്ത തനിയാവർത്തനം. ചർച്ചയിൽ തുടങ്ങി യുദ്ധത്തിൽ അവസാനിക്കുന്ന മെഗാ സീരിയൽ ആയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം. കഴിഞ്ഞ വർഷം 12 ദിവസത്തെ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധവും തുടങ്ങിയത് ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതും ഒരു മാസത്തോളം നീണ്ട ചർച്ചകൾ ഫലം കാണുമെന്ന സ്ഥിതിയിലാണ്. യുദ്ധം ഉടൻ തീരുമെന്ന് അത് തുടങ്ങിയ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞത് ഇറാനുമായി ചർച്ച എന്നാണ്. 40 ദിവസം യുദ്ധം നടത്തിയ ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും ചർച്ച എന്ന വാക്കാണ് മുഴങ്ങിക്കേട്ടത്. പക്ഷേ ഇരുപക്ഷവും അവരവരുടെ വാദങ്ങൾ നിരത്തി പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ഒരു ഒത്തുതീർപ്പിൽ എത്തുക എന്നതാണ് ഏതൊരു ചർച്ചയുടെയും ലക്ഷ്യം. പക്ഷേ ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ അജണ്ട. വിട്ടുവീഴ്ച ഇറാൻ മാത്രം ചെയ്യണം. ചർച്ചകളുടെ ഗതി മനസ്സിലാക്കിയ ഇറാൻ തിരിച്ചും ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. അണുവിട മാറാൻ ഇറാനും തയ്യാറാകാതെ വന്നതോടെ സമ്മർദ്ദ തന്ത്രമായാണ് ഇറാനെ ആക്രമിച്ചു തുടങ്ങിയത്. ഇറാൻ തിരിച്ചടിച്ചതോടെ അത് യുദ്ധമായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ 3 ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയ ശേഷം ചർച്ചകൾ ഫലവത്തായി എന്നും ഇറാനുമായി ഉടൻ കരാറിൽ ഒപ്പിടുമെന്നും ട്രംപ് പറയുന്നു. ചിലപ്പോൾ ഈ ആഴ്ച തന്നെ ഒപ്പിടും എന്നാണ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആഴ്ച തീരാൻ 2 ദിവസം മാത്രമുള്ളപ്പോൾ അതിന് സാധ്യത കുറവാണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നു. ഇത്തവണ ചർച്ചകൾ നടന്നതായി ഇറാൻ സമ്മതിക്കുന്നു എന്നതാണ് ശുഭസൂചന. പൊതുവിൽ ചില ധാരണകളിൽ എത്തിയെങ്കിലും ട്രംപ് പറയുന്നത് പോലെ ആണവ വിഷയത്തിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലും തീരുമാനം ആയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതിനാൽ വാക്കുകൾക്ക് എത്ര മിനിറ്റുകളുടെ ആയുസ്സുണ്ട് എന്ന സംശയം ഉണ്ടാകുന്നുമുണ്ട്. ഞങ്ങൾ ഇന്ന് ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു. ആണവായുധം ഒരിക്കലും ഉണ്ടാക്കില്ല എന്ന് അവർ സമ്മതിച്ചു. അതായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ച കാര്യമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്ക ഇറാനുമേലുള്ള ഉപരോധങ്ങളും നീക്കുമെന്നും ഇതോടെ എണ്ണവില കുത്തനെ കുറയുമെന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനു മുൻപായി ഇന്ന് ഇറാനെതിരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ ട്രംപ് റദ്ദാക്കി. കരാർ അന്തിമമാകുന്നതുവരെ ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ പുറത്തു പോകുന്നതോ അകത്ത് പ്രവേശിക്കുന്നതോ US ഉപരോധിക്കുമെന്നും ട്രംപ് പറയുന്നു. ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയ്ക്കും സമ്മതമാണ് എന്നും യുദ്ധം നിർത്തുന്നതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം കരാർ സംബന്ധിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ക്രൂഡ് ഓയിലും ഗ്യാസും മറ്റ് അവശ്യ വസ്തുക്കളുമടക്കം കൊണ്ടുപോകുന്ന ലോകത്തെ നിർണായക കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് ഡീൽ യാഥാർത്ഥ്യമാകുന്നതോടെ പൂർണ്ണമായി തുറക്കുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്കൻ സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡീലിനായുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇറാനുമേലുള്ള ആക്രമണങ്ങൾ ട്രംപിന്റെ നിർദ്ദേശാനുസരണം US സൈന്യം നിർത്തിയെന്നാണ് സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം പറയുന്നത്. പക്ഷേ ഹോർമൂസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്ന US സൈന്യത്തിന്റെ നടപടിയും തുടരുകയാണ്. പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനം എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. US ക്രൂഡ് വില ബാരലിന് 1.5% താഴ്ന്ന് $86.79 ബ്രന്റ് ക്രൂഡ് വില $89.36. യുദ്ധകാലത്ത് ഒരു വേള ബ്രന്റ് വില $120 എത്തിയതാണ്. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ലോകത്തിനാകെ ആശ്വാസ വാർത്തയാണ്. അമേരിക്കൻ നിലപാടുകൾ മാറിമറിയുമ്പോഴും ആക്രമണ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ വാക്കുകൾ വിശ്വസിക്കാനാകില്ല എന്നും ആക്രമണത്തിന് തയ്യാറാകണമെന്നുമാണ് ഇറാന്റെ നിലപാട്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക് ഇറാന്റെ ആക്രമണ ഭീഷണിയുണ്ട്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സും ഉൾപ്പെടെയുള്ളവരെ സൈനിക ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മസ്കിന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും ഇറാൻ ലക്ഷ്യം വയ്ക്കുമെന്ന് ഫാർസ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടിലും പറയുന്നു. സ്റ്റാർലിങ്ക് ഗ്രൗണ്ട് സ്റ്റേഷനുകളടക്കം പടിഞ്ഞാറൻ ഏഷ്യയിൽ ഇലോൺ മസ്ക് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും പട്ടികയിൽ ഉൾപ്പെടും. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികളെ മസ്കിന്റെ കമ്പനികൾ സഹായിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. വ്യോമാക്രമണം നടത്തിയ ഡ്രോണുകൾ അടക്കമുള്ള നൂതന ആയുധങ്ങൾക്ക് പിന്തുണ നൽകിയെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷനുകളുടെ നേരിട്ടുള്ള സഹായത്തോടെ അമേരിക്ക യുദ്ധക്കുറ്റങ്ങൾ ചെയ്തതായി ഇറാൻ വിശ്വസിക്കുന്നു. മെറ്റ, ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഇന്റൽ, ഒറാക്കിൾ, എൻവിഡിയ, പാലാന്റിയർ എന്നിവയെല്ലാം നേരത്തെ തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനികളാണ്.
അതിനിടെ ഒന്നിലധികം ആമസോൺ വെബ് സർവീസസ് ഡാറ്റാ സെന്ററുകൾക്ക് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് സമാന്തരമായി ഇറാന്റെയും UAEയുടെയും ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയുമായി നടക്കുന്ന സമാധാന നീക്കങ്ങളോട് അനുബന്ധിച്ചായിരുന്നു ഈ ചർച്ചയും. യുദ്ധം അവസാനിച്ച ശേഷമുള്ള എണ്ണ വ്യാപാരവും സഹകരണവും ചർച്ചയായതായി ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇറാൻ US യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇറാൻ UAE അധികൃതരുടെ കൂടിക്കാഴ്ച. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് UAEയിലാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCC ഇറാനെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനം ഉന്നയിച്ചവരാണ് UAE. അസംസ്കൃത എണ്ണ ഉൽപാദകരുടെ കൂട്ടായ്മകളായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് അംഗത്വമൊഴിഞ്ഞ UAE സ്വതന്ത്ര വ്യാപാരമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനുമായി സഹകരിച്ചായാലും ശരി, അവരുടെ കൈവശമുള്ള എണ്ണ വിൽക്കാനുള്ള സാഹചര്യമാണ് UAE തേടുന്നത്. ഇറാന്റെ അനുമതിയോടെ കപ്പലുകൾ കടത്തിവിടാനാകുമെന്നാണ് UAEയുടെ വിശ്വാസം. അതേസമയം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനാണ് ഇറാന്റെ തീരുമാനം. ഇനി ആക്രമണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇറാനും ആക്രമിക്കില്ല. ഈ തീരുമാനത്തിൽ നിന്ന് UAEയെ ഒഴിവാക്കില്ല. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇറാന്റെ കണ്ണിലെ കരടായി തുടരുകയാണ് UAE. അതിനിടെ ഇന്ത്യൻ നാവികരുടെ മരണത്തിന് ഇടയാക്കിയ അമേരിക്കയുടെ കപ്പലാക്രമണത്തെ ഇറാൻ അപലപിച്ചു. പലാവു പതാകയേന്തിയ MT സൊറ്റബെല്ലോ എന്ന ടാങ്കറിന് നേരെയാണ് ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്ക നേരത്തെ ആക്രമണം നടത്തിയത്. ഇതൊരു സായുധ കവർച്ചയും ഭരണകൂടം നടത്തുന്ന കടൽ കൊള്ളയുമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വിമർശിച്ചു. കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികരുടെ കുടുംബങ്ങളോടും ഇന്ത്യൻ സർക്കാരിനോടും അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. US ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്നും ഇതിന് അമേരിക്ക മറുപടി പറയണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ന്യൂഡൽഹിയിലെ US ചാർജ് ഡി അഫയേഴ്സ് ജേസൺ മീക്സിനെ വിളിച്ചുവരുത്തി ഇന്ത്യ ഔദ്യോഗികമായി തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുണ്ടാകുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ആശങ്കാജനകമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. സംഘർഷങ്ങൾ ഉടൻ ലഘൂകരിക്കണമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തണമെന്നും ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ കപ്പലിന് നേരെ തങ്ങൾ നടത്തിയത് ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ആണ് എന്നാണ് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നത്. ഈ ടാങ്കർ ഇറാനിൽ നിന്നുള്ള എണ്ണ കടത്തുകയായിരുന്നുവെന്നും സൈനിക നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുമാണ് അമേരിക്കയുടെ ആരോപണം. സമുദ്ര സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. സിവിലിയൻ കപ്പൽ ഗതാഗതത്തെയും നാവികരെയും അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. സംഭവത്തെക്കുറിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം വേണമെന്നും IMO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. 24 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. 3 നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണ് എന്നും നാവിക സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതാണ് എന്നും വിമർശനം ശക്തമാണ്.